പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ, അതായത് സമ്പൂർണ്ണ കിട മത്സര കമ്പോളത്തിൽ ഒരു ഫേം മാക്സിമം പ്രോഫിറ്റ് നേടുന്നതിന് അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് നേടുന്നതിന് 3 വ്യവസ്ഥകൾ പാലിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും വ്യവസ്ഥകൾ, അതായത് MC = MR, MC = MR, അതുപോലെ MC കർവ് MRനെ താഴെ നിന്ന് ഗണിക്കണം. ഈ 2 വ്യവസ്ഥകളും പാലിക്കുന്ന പോയിൻ്റാണ് E എന്ന് പറയുന്ന പോയിൻ്റ്. ഓക്കെ, ഇവിടെ എക്സ് ആക്സിൽ ഔട്ട്പുട്ട് എടുക്കുന്നു, വൈ ആക്സിൽ കോസ്റ്റ്, റവന്യൂ, പ്രൈസ്. P = AR = MR. ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും പ്രൈസും ഒക്കെ സെയിം ആയിരിക്കുമെന്ന് നമ്മളുടെ ഒരു ടേബിളിൻ്റെ ബേസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് 3rd ചാപ്റ്ററിൽ. ഓക്കെ, MC എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് കർവാണ്. ഓക്കെ, MCയും MRും തുല്യമാകണം ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ കൂടി പ്രാവർത്തികമാകുന്നത് E എന്ന് പറയുന്ന പോയിന്റിലാണ്. അതുകൊണ്ട് നമ്മൾ E ആണ് സന്തുലിത ബിന്ദുവായിട്ട് പരിഗണിക്കാം. ഓക്കെ, E1 എടുക്കില്ല, കാരണം E1-നകത്ത് ഒന്നാമത്തെ കണ്ടീഷൻ മാത്രമേ പ്രാവർത്തികമാകുന്നുള്ളൂ. ഓർക്കുക.